ഇത് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിന്റെ പാർട്ട് 2 ആണ്. ഈ പാർട്ട് 2 പറയണതന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. നിങ്ങൾ കമന്റ് ഇടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളിങ്ങനെ പാർട്ടായിട്ട് വീഡിയോ ഇടുകയാണ്. അങ്ങനെ ഒരാൾ കമന്റ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ടൈം ടേബിൾ പ്ലാനർ ആണ്. ഇത് കമന്റ് ചെയ്തതാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറെ പേരുടെ കമന്റുകൾ ഞാൻ കണ്ടു. ഓരോ ആൾക്കാരുടെ കമന്റും അടുത്ത വീഡിയോസ് ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഈ ചെയ്യണയിൽ തന്നെ ഞാൻ തീം എന്താ സെലക്ട് ചെയ്യാന്ന് ആദ്യം വിചാരിച്ചാണ്. പിന്നെ അവസാനം സ്ട്രോബെറി തീമിൽ തന്നെ വന്നെത്തി. എന്താ കാരണം പറഞ്ഞ എന്താന്ന് അറിയില്ല കേട്ടോ. എനിക്ക് സ്ട്രോബെറിയോട് ഇത്ര ഇഷ്ടമല്ലോണ്ടാണ് തോന്നുന്നുണ്ട്. എന്തുണ്ടാക്കുമ്പോഴും മനസ്സിക്ക് ആദ്യം വരിക സ്ട്രോബെറിയുടെ തീമാണ്. അപ്പൊ എന്തായാലും അത് ചെയ്യുമ്പോൾ കുറച്ച് ക്യൂട്ടും കൂടി ആവുമല്ലോ. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ അതേ തീം എടുത്തത്. പിന്നെ ഇത് ചെയ്യാനായിട്ട് ഒരു സ്കെയിലിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ അടുത്ത് ആകെ വേണ്ട ഒരു മാർക്കറോ സ്കെച്ചോ എന്തുണ്ടായാലും മതി. അതുണ്ടെങ്കിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതുള്ളൂ. ഇതിൽ ഞാൻ സ്കെയിലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഒരു മെഷർമെന്റ് ഒന്നും എടുത്തിട്ടില്ല. ഒക്കെ ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് മെഷർമെന്റ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് യൂസ് ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാ പറഞ്ഞാൽ ഒരു A4 ഷീറ്റും പിന്നെ ഒരു ബ്ലാക്ക് കളർ മാർക്കറും പിന്നെ ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കളർ പെൻസിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. പിന്നെ ഉപയോഗിച്ചിട്ടില്ലേ കളർ പെൻസിലും കൂടിയാണ്. ഇത് മാത്രമേ ആവശ്യമുള്ളൂ ഇത് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ അത്ര കണ്ട് പെർഫെക്ഷൻ ഇങ്ങോട്ട് നോക്കൊന്നും വേണ്ട. ചിത്രം വരയ്ക്കുമ്പോൾ പെർഫെക്ഷൻ ഇല്ലാണ്ട് വരച്ചാൽ തന്നെ കളർ ചെയ്ത് വരുമ്പോൾ അവസാനത്തേക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടൊന്നും വരക്കണ്ട, പെട്ടെന്ന് അങ്ങോട്ട് റഫായിട്ട് വരച്ചെടുത്താൽ മതി. ഇനി അടുത്ത വീഡിയോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്ത് അതിനനുസരിച്ചിട്ട് അടുത്ത വീഡിയോ ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇന്നത്തെ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഐറ്റംസിന്റെ ക്രാഫ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒന്നും മറക്കരുത്. അത് മാത്രമല്ല കമന്റ് നാളെ എന്ത് വീഡിയോ ഇടേണ്ടതെന്നുള്ള കമന്റ് ചെയ്യാനും മറക്കല്ലേ.